നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യയിലെത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാനായിരുന്നു ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. ഹസ്തദാനം നൽകി ആലിംഗനം ചെയ്ത് മോദി അമീറിനെ സ്വാഗതം ചെയ്തു. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായ സ്വീകരണമുണ്ട്. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ഖത്തറിലെ വ്യാപാര വാണിജ്യ രംഗത്തെ പ്രമുഖർ ഉൾക്കൊള്ളുന്ന ഉന്നതതല സംഘം തുടങ്ങിയവർ അമീറിനൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും അവ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രിയും അമീറും ചർച്ച നടത്തുമെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിച്ചിരുന്നു. ഇതിനു മുമ്പ് 2015 മാർച്ചിൽ ഖത്തർ അമീർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി അമീറിനെ അനുഗമിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളിൽ ഇരുവരും ചർച്ച ചെയ്യും. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഈ ഒരു സന്ദർശനത്തിനിടെ ചർച്ചയാകും. അമീറിന്റെ സന്ദർശനത്തിന്റെ മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ഡിസംബർ 31 മുതൽ ജനുവരി 1 വരെ ഖത്തർ സന്ദർശിച്ചിരുന്നു. ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യൻ സമൂഹം അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. സൗഹൃദം, വിശ്വാസം, പരസ്പര ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമായ ദീർഘകാല ബന്ധങ്ങൾ ഇന്ത്യയും ഖത്തറും പങ്കിടുന്നു. സമീപ വർഷങ്ങളിൽ വ്യാപാരം, നിക്ഷേപം, ഊർജം, സാങ്കേതിക വിദ്യ, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം വളർന്നിരുന്നു. ഈ സന്ദർശനം നമ്മുടെ വളർന്നുവരുന്ന ബഹുമുഖ പങ്കാളിത്തത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിലെ ഇന്ത്യക്കാരാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമെന്നും ഖത്തറിന്റെ പുരോഗതിക്കും വികസനത്തിനും അവർ നൽകുന്ന നല്ല സംഭാവനകൾക്ക് അഭിനന്ദനം അർഹിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്റെ സഹോദരൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ ഡൽഹി എയർപോർട്ടിൽ പോയി നേരിട്ട് സ്വീകരിച്ചു. നാളത്തെ ചർച്ചയ്ക്ക്, അതായത് ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്കായി ഉറ്റുനോക്കുന്നുവെന്ന് മോദി കഴിഞ്ഞ ദിവസം ട്വീറ്റും ചെയ്തിരുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. ഇന്ന് ഇന്ത്യ അതുപോലെ തന്നെ ഖത്തർ ഈ ഒരു ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എത്തും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആകാംക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. അതേസമയം ഇന്ന് ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് നേതാക്കൾ ചർച്ച നടത്തും. ഇത് കഴിഞ്ഞ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അമീർ ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, പുതിയ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും വാണിജ്യ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന ബിസിനസ് ഫോറത്തിലും അമീർ പങ്കെടുക്കും. ഫോറത്തിൽ വ്യവസായ പ്രമുഖരും പങ്കാളികളും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നിക്ഷേപ അവസരങ്ങളും സാങ്കേതിക പങ്കാളിത്തവും ചർച്ച ചെയ്യും. ഖത്തർ അമീറിന്റെ സാന്നിധ്യത്തിൽ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടന പ്രസംഗം നടത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.